भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധ അധ ഏകാശീതിതമോऽധ്യായ. ശ്രീശുക ഉവാച. സയിദ്ധം ദ്വിജമുഖ്യേന സഹ സംകഥയൻ ഹരി സർവഭൂതമനോഭിജ്ഞ സ്മയമാന ഉവാച തം. ബ്രഹ്മണ്യോ ബ്രാഹ്മണം കൃഷ്ണോ ഭഗവാൻ പ്രഹസൻ പ്രിയം പ്രേംണാ നിരീക്ഷണേനൈവ പ്രേക്ഷൻ ഖലു സതാം ഗതി. ശ്രീഭഗവാനുവാച. കിമുപായനമാനീതം ബ്രഹ്മൻ മേ ഭവതാ ഗൃഹാൽ അണ്വപ്യുപാഹൃതം ഭക്തൈ പ്രേംണാ ഭൂര്യേവ മേ ഭവേൽ ഭൂര്യപ്യഭക്തോപഹൃതം ന മേ തോഷായ കൽപ്പത്തെ. പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്ത്യുപഹൃതം അശ്നാമി പ്രയതാത്മന. ഇത്യുക്തോപി ദ്വിജസ്തസ്മൈ വ്രീഡിത പതയേ ശ്രിയ. പ്രധുക പ്രസൃതിം രാജൻ ന പ്രായച്ഛദവാങ്മുഖ. സർവഭൂതാത്മദൃക്സാക്ഷാൽ തസ്യാഗമനകാരണം വിജ്ഞായ ചിന്തയന്നായം. ശ്രീകാമോ മാ ഭജൽ പുരാ പത്ന്യാ പതിവ്രതായാസ്തു സഖാ പ്രിയചികീർഷയാ പ്രാപ്തോ മാമസ്യ ദാസ്യാമി സമ്പദോ അമർത്യ ദുർലഭ. യുദ്ധം വിചിന്യവസനാൽ ചീരബദ്ധാൻ ദ്വിജന്മന സ്വയം ജഹാര കിമിദമിതി പൃഥുകതണ്ഡുലാൻ സർവത്ര. ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നന്വേതതുപനീതം മേ പരമപ്രീണനം സഖേ
തർപ്പയന്ത്യംഗമാം വിശ്വമേതേ പൃഥുകതണ്ഡുല ഇതി മുഷ്ടിം സകൃജ്ജഗ്ധ്വാ ദ്വിതീയാം ജഗ്ധുമാദദേ താവത് ശ്രീർജഗൃഹേ ഹസ്തം തൽപരാ പരമേഷ്ഠിന ഏതാവതാലം വിശ്വാത്മൻ സർവസമ്പൽ സമൃദ്ധയേ അസ്മിൻ ലോകേ ധവാമുഷ്മിൻ പുംസസ്ത്വത്തോഷകാരണം ബ്രാഹ്മണസ്താം തുരജനീമുഷിത്വാച്യുതമന്ദിരേ ഭുക്ത്വാ പീത്വാ സുഖം മേനെ ആത്മാനം സ്വർഗതം യഥാ ശോഭൂതേ വിശ്വഭാവേന സ്വസുഖേനാഭിനന്ദിത ജഗാമസ്വാലയം താത പദ്ധ്യനുവ്രജ്യ നന്ദിത സചാലബ്ധ്വാ ധനം കൃഷ്ണാന്നതു യാചിതവാൻ സ്വയം സ്വഗൃഹാൻ വ്രീഡിതോ ഗച്ഛൻ മഹദ്ദർശന നിർവൃത അഹോ ബ്രഹ്മണ്യദേവസ്യ ദൃഷ്ടാ ബ്രഹ്മണ്യതാമയാ യദ്ദരിദ്രതമോ ലക്ഷ്മീമാശ്ലിഷ്ടോ ബിഭ്രതോരസി ക്വാഹം ദരിദ്ര പാപീയാൻ ക്വ കൃഷ്ണ ശ്രീനികേതന ബ്രഹ്മബന്ധുരിതി സ്മാഹം ബാഹുഭ്യാം പരിരംഭിത നിവാസിത പ്രിയാജുഷ്ടേ പര്യങ്കേ ഭ്രാതരോ യഥാ महिष्या वीचितश्रान्तो वालव्यजनहस्तया शुश्रूषया परमया पादसंवाहनादिभिः पूजितो देवदेवेन विप्रदेवेन देववल् स्वर्गापवर्गयो पुंसां रसायां भुवि सम्पदां സർവാസാമപി സിദ്ധീനാം മൂലം തച്ചരണാർച്ചനം അധനോയം ധനം പ്രാപ്യ മാദ്യന്നുച്ചേർന്ന മാം സ്മരേൽ ഇതി കാരുണികോ നൂനം ധനം മേ ഭൂരി നാദദാൽ ഇതി സഞ്ചിന്തയന്നന്ദ പ്രാപ്തോ നിജഗൃഹാന്തികം സൂര്യാനലേന്ദു സംഘാശേ വിമാനൈ സർവതോ വൃതം വിചിത്രോപവനോദ്യാനൈ കൂചദ്വിജകുലാകുലൈ പ്രോത്ഫുല്ലകുമുദാംഭോജകൽഹാരോൽപലവാരിഭി ജുഷ്ടം സ്വലംകൃതൈർപുംഭി സ്ത്രീഭിശ്ച ഹരിണാക്ഷിഭി കിമിദം കസ്യ വാ സ്ഥാനം കഥം തദിദമിത്യഭൂൽ ഏവം മീമാംസമാനം തം നരാനാര്യോമരപ്രഭാ പ്രത്യഗൃഹ്ണൻ മഹാഭാഗം ഗീതവാദ്യേന ഭൂയസ പതിമാഗതമാകർണ്യ പത്ന്യുദ്ധർഷാതിസംഭ്രമ നിശ്ചക്രാമഗൃഹാത്തൂർണം രൂപിണീ ശ്രീരിവാലയാൽ പതിവ്രതാപതിം ദൃഷ്ട്വാ പ്രേമോത്കണ്ഠാശ്രുലോചന മീലിതാക്ഷരമദ്ബുദ്ധ്യാ മനസാ പരിഷസ്വജേ പ്രീത സ്വയം തയായുക്ത പ്രവിഷ്ടോ നിജമന്ദിരം മണിസ്തംഭശതോപേതം മഹേന്ദ്രഭവനം യഥാ പയഭേന നിഭാശയ്യാ ദാന്താരുക്മപരിച്ഛദ പര്യങ്കാ ഹേമദണ്ഡാനി ചാമരവ്യജനാനി ച ആസനാനി ച ഹൈമാനി
മൃദൂപസ്തരണാനി ച മുക്താദാമ വിളംബീനി വിതാനാനി ദ്യുമന്തി ച സ്വച്ഛസ്ഫടികകുഡ്യേഷു മഹാമാരകതേഷു ച രത്നദീപാ ഭ്രാജമാന ലലനാരത്നസംയുത വിലോക്യ ബ്രാഹ്മണസ്തത്ര സമൃദ്ധി സർവസമ്പദാം തർക്കയാമാസ നിർവ്യഗ്ര സ്വസമൃദ്ധിമഹൈതുകിം നൂനം ബദൈതന്മമ ദുർഭഗസ്യ ശശ്വൽ ദരിദ്രസ്യ സമൃദ്ധി ഹേതു മഹാവിഭൂതേരവലോകതോന്യോ നൈവോപപദ്യേത യദൂത്തമസ്യ നന്വബ്രുവാണോ ദിശത്തെ സമക്ഷം യാചിഷ്ണവേ ഭൂര്യപി ഭൂരിഭോജ പർജന്യവത്തൽ സ്വയമീക്ഷമാണോ ദാശാർഹകാണാമൃഷഭ സഖാമി കിഞ്ചിൽ കരോത്യുർവപിയൽ സ്വദത്തം സുഹൃത്കൃതം ഭൽഗ്വപി ഭൂരികാരി മയോപനീതാം പൃഥുകൈകമുഷ്ടിം പ്രത്യഗ്രഹീൻ പ്രീതിയുതോ മഹാത്മാ തസ്യൈവ മേ സൗഹൃദ സഖ്യമൈത്രീദാസ്യം പുനർജന്മനി ജന്മനി സ്യാൽ തസ്യൈവ മേ സൗഹൃദ സഖ്യമൈത്രീദാസ്യം പുനർജന്മനി ജന്മനി സ്യാൽ മഹാനുഭാവേന ഗുണാലയേന വിഷജ്ജതസ്തൽ പുരുഷപ്രസംഗ ഭക്തായ ചിത്ര ഭഗവാൻ ഹി സമ്പദോ രാജ്യം വിഭൂതിർന സമർത്ഥയത്യജ അദീർഘബോധായ വിചക്ഷണസ്വയം പശ്യൻ നിപാതം ധനിനാം മദോദ്ഭവം ഇദ്ധം വ്യവസിതോ ബുദ്ധ്യാ ഭക്തോതീവ ജനാർദ്ദനെ വിഷയാൻ ജായയാത്യക്ഷ്യൻ ബുഭുജേ നാതിലംബട തസ്യ വൈ ദേവദേവസ്യ ഹരേർയജ്ഞപതേ പ്രഭോ ബ്രാഹ്മണാ പ്രഭവോ ദൈവം നതേഭ്യോ വിദ്യതേ പരം ഏവം സ വിപ്രോ ഭഗവൽ സുഹൃത്തദാ ദൃഷ്ട്വാ സ്വഭൃത്യൈരജിതം പരാജിതം തദ്ധ്യാനവേഗോദ്ഗ്രഥിതാത്മബന്ധനസ്തദ്ധാമ ലേഭേ അചിരത സതാം ഗതിം ഏതൽ ബ്രഹ്മണ്യദേവസ്യ ശ്രുത്വാ ബ്രഹ്മണ്യതാം നര ലബ്ധഭാവോ ഭഗവതി കർമ്മബന്ധാത് വിമുച്യത്തെ. ശ്രീഹരയേ നമഃ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർത്ഥേ പൃഥുഗോപാഖ്യാനം നാമ ഏകാശീതിതമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.
പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീമദ് ഭാഗവതം അറിയാൻ അലിയാൻ എന്ന ഈ അക്ഷരപൂജ പൊന്നുഗുരുവായൂരപ്പന്റെ അപാരമായ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രം ഇന്ന് 696 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ പൃഥുഗോപാഖ്യാനം എന്നറിയപ്പെടുന്ന 81 അധ്യായം, അതിലെ ശ്ലോകങ്ങളാണ് നമ്മളിപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിച്ചത്. 41 ശ്ലോകങ്ങൾ. ഇവിടെ ശ്രീശുബ്രഹ്മർഷി പറയുന്നു, ഭഗവാൻ ശ്രീദാമാവിനെ അല്ലെങ്കിൽ സുദാമാവിനെ അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ കുചേലനെ സ്വീകരിച്ചിരുത്തി തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനോടുകൂടി സമയം ചിലവഴിക്കുന്നു, സംസാരിക്കുന്നു, വിശേഷമായിട്ടുള്ള പൂജകളൊക്കെ ചെയ്തു. അതിനുശേഷം അഗ്രജോയഥ, ഏട്ടനോട് എന്നതുപോലെ അവിടെ ഒരുമിച്ചിങ്ങനെ ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ആ സന്ദർഭത്തിലൊക്കെ ഹേ ബ്രഹ്മൻ, ഹേ വിദ്വൻ, ഹേ ധർമ്മജ്ഞ എന്നൊക്കെയാണ് ഭഗവാൻ തൻ്റെ കൂട്ടുകാരനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീശുബ്രഹ്മർഷി പറയുകയാണ്, സയിദ്ധം ദ്വിജമുഖ്യേന സഹ സംകഥയൻ ഹരി സർവഭൂതമനോഭിജ്ഞ സ്മയമാന ഉവാചതം. ഇദ്ധം ദ്വിജമുഖ്യേന, ഇങ്ങനെ ദ്വിജമുഖ്യേന സഹ, ഇങ്ങനെ ബ്രാഹ്മണോത്തമനോടുകൂടി സംകഥയൻ സല്ലാപം ചെയ്യുന്നവനും സർവഭൂത മനോഭിജ്ഞ, സർവചരാചരങ്ങളുടെയും മനസ്സിനെ അറിഞ്ഞിരിക്കുന്നവനുമായ സ ഹരി, ആ ഹരി ശ്രീഹരി സ്മയമാന തം ഉവാച, ചിരിച്ചും കൊണ്ട് ആ ശ്രീദാമാവിനോട് പറയുകയാണ്. ശ്രീദാമാവിനോടുകൂടി പൂർവകഥകളെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ ഭക്തന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു സന്താപമുണ്ടെങ്കിൽ അതിനെ നിശേഷം നശിപ്പിച്ചു ഭഗവാൻ. ഭഗവാന്റെ ദർശനം, ഭഗവാന്റെ സ്പർശനം, ഭഗവാന്റെ വാഗ്വിലാസങ്ങൾ, അങ്ങനെ ശ്രീദാമാവ് ഭഗവാനോട് ഇങ്ങനെ ചേർന്നിരിക്കുന്നു. ശ്രീദാമാവ് തനിക്കായി കൊണ്ടുവന്ന ആ അവില്, അത് ഭഗവാന് നല്ലോണം അറിയാം. എന്തുകൊണ്ടാണോ അദ്ദേഹം തരാതിരിക്കുന്നത് അതും ഭഗവാൻ അറിയാം. ഭഗവാൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് കൊടുക്കാൻ മടിയുണ്ടായിരുന്നുവെങ്കിൽ ശ്രീദാമാവ് അത് കൊണ്ടുവരുമായിരുന്നില്ല, അല്ലേ? പോവാൻ മടിയൊന്നും ഉണ്ടായില്ല. കൃഷ്ണ സന്ദർശനം മഹ്യം കഥം സ്യാദിതി ചിന്തയൻ, അങ്ങനെയാണ് വന്നത്. സതാനാദായ, അത് ആ ഭാര്യ നൽകിയ അവിൽ കിഴിയുമായി, അവിൽ പൊതിയുമായി വന്നേക്കുകയാണ്. ഭഗവാൻ വിചാരിക്കുകയാണ്, ബ്രഹ്മണ്യോ ബ്രാഹ്മണം കൃഷ്ണോ ഭഗവാൻ പ്രഹസൻ പ്രിയം പ്രേംണാ നിരീക്ഷണേനൈവ പ്രേക്ഷൻ ഖലു സതാം ഗതി. ബ്രഹ്മണ്യ, ബ്രാഹ്മണ ഭക്തൻ. അതേപോലെ തന്നെ ഭഗവാൻ ഐശ്വര്യപൂർണനാണ്. സതാം ഗതി, സത്തുക്കളുടെ സജ്ജനങ്ങളുടെ പ്രാപ്യസ്ഥാനമായിരിക്കുന്ന ആ ശ്രീകൃഷ്ണൻ പ്രേംണാ നിരീക്ഷണേന ഏവ, പ്രേമത്തോടുകൂടി തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ നോക്കിക്കൊണ്ട് പ്രിയം ബ്രാഹ്മണം, തൻ്റെ പ്രിയപ്പെട്ട ഇഷ്ടനായ ബ്രാഹ്മണനെ പ്രേക്ഷൻ, പ്രകർഷേണ കടാക്ഷിച്ചും കൊണ്ട്, പ്രഹസൻ ചിരിച്ചും കൊണ്ട് പറഞ്ഞു എന്നാണ്. സജ്ജനങ്ങൾ ആരെയാണോ ആശ്രയിക്കാൻ ആഗ്രഹിക്കുന്നത്, സജ്ജനങ്ങളുടെ പ്രാപ്യസ്ഥാനമാണ് ഭഗവാൻ. അങ്ങനെ ആ ശ്രീകൃഷ്ണൻ ബ്രാഹ്മണ ശ്രേഷ്ഠനായ ആ ശ്രീദാമാവിനെ പ്രേമപൂർവം ഒന്ന് കടാക്ഷിച്ചു. ഭഗവാനോട് അങ്ങടും ഭക്തന്മാരോട് ഭഗവാൻ ഇങ്ങടും പ്രേമമാണ്, നിഷ്കാമമായ സ്നേഹം, ഒന്നും ആഗ്രഹിച്ചിട്ടല്ല. ശ്രീദാമാവ് ഭഗവാനെ സ്നേഹിക്കുന്നത് ഒന്നും കിട്ടണമെന്ന് വിചാരിച്ചിട്ടല്ല.
ഭഗവാൻ ശ്രീതാമാവിനെ സ്നേഹിക്കുന്നതും ഒന്നും കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല. അതുകൊണ്ടാണ് പ്രേമപൂർവം കടാക്ഷിച്ചും കൊണ്ട് അവിടെ അങ്ങയുടെ ഭാര്യയാൽ എനിക്ക് സമർപ്പിക്കപ്പെട്ട ആ അവിൽ എന്തുകൊണ്ടാണ് അങ്ങ് തരാതിരിക്കുന്നത് എന്നുള്ള രീതിയിൽ അവിടെ ഒളിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ തൻ്റെ കൈകളിൽ ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്ന അവിൽ ശ്രീതാമാവ് ശ്രീകൃഷ്ണന് കൊടുക്കണില്ല. അപ്പൊ ഭഗവാൻ പറയുകയാണ്, കിമുപായനമാനീതം ബ്രഹ്മൻ മേ ഭവതാഗൃഹാൽ അണ്വപ്യുപാഹൃതം ഭക്തൈ പ്രേംണാ ഭൂര്യേവ മേ ഭവേൽ ഭൂര്യപ്യഭക്തോപഹൃതം നമേ തോഷായ കൽപ്പതേ. ശ്രീതാമാവിനോടാണ് പറയുന്നതെങ്കിലും തൻ്റെ കൂട്ടുകാരനോടാണ് പറയുന്നതെങ്കിലും ഭഗവാൻ ഇത് ലോകത്തിന് നൽകുന്ന ഏറ്റവും വിശേഷമായിട്ടുള്ള ഉപദേശമാണ്. ഹേ ബ്രഹ്മൻ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വിളിക്കണത്. ഭവതാ ഗൃഹാത് കിം ഉപായനം മേ ആനീതം, അങ്ങയുടെ ഗൃഹത്തിൽ നിന്ന് എന്തു കാഴ്ചദ്രവ്യമാണ് എനിക്കായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഭക്തൈഹി, ഭക്തന്മാര് പ്രേംണാ ഉപാഹൃതം, പ്രേമത്തോടുകൂടി ഉപാഹരിക്കപ്പെടുന്നത് നൽകുന്നത് അണുവപി, ഏറ്റവും ചെറുതാണെങ്കിൽ പോലും മേ ഭൂരിയേവ ഭവേൽ, എനിക്ക് ഏറ്റവും മഹത്തരമായിട്ട് തോന്നും. കാരണം അതിൽ ഭക്തിയുണ്ട്. എന്നാൽ അഭക്തോപഹൃതം, അഭക്തന്മാര് കൊണ്ടുവരുന്നതോ ഭൂരിയപി, അത് എത്രയുണ്ടെങ്കിലും മേ ദോഷായ ന കൽപ്പതേ, എനിക്ക് ഒട്ടും തന്നെ സന്തോഷത്തിന് കാരണമാവുകയും ചെയ്യില്ല എന്നാണ്. അങ്ങ് വരുമ്പോ ഗൃഹത്തിൽ നിന്ന് എനിക്ക് എന്താണ് കൊണ്ടുവന്നത്, എന്ത് കാഴ്ചദ്രവ്യാണെങ്കിലും എനിക്ക് തന്നോളൂ. കാരണം അത് വളരെ ചെറുതാണെങ്കിൽ പോലും കാഴ്ചയിലും അതിൻ്റെ നാം കൽപ്പിക്കപ്പെടുന്ന ഭൗതികമായ വിലയിലും അത് ചെറുതായിക്കോട്ടെ, ഭക്തിയോടുകൂടി തന്നാൽ അത് എനിക്ക് ഏറ്റവും വലുതാണ്. ഭൂരിയേവ ഭവേത്, ഏറ്റവും മഹത്തരമായിട്ട് തീരും. എന്നാൽ ഭക്തിയില്ലെങ്കിലോ, എത്രയും ഭൗതികമായി എത്രയും മൂല്യമുള്ള വസ്തുവാണെങ്കിൽ പോലും എനിക്ക് സന്തോഷത്തെ തരില്ല. ഞാൻ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? ഭക്തിക്കാണ്. പൊന്നു ഗുരുവായൂരപ്പന്റെ മുമ്പിൽ ഒരു കുന്നിക്കുരു സമർപ്പിക്കുന്ന ഭക്തൻ, വലിയ സ്വർണ്ണ കിരീടം സമർപ്പിക്കുന്ന ഒരഭക്തൻ, ആ കുന്നിക്കുരുവിനോടാണ് ഭഗവാന് സ്നേഹം. കാരണം അതിൽ ഭക്തിയുണ്ട്, ഭക്തിയുടെ മുദ്ര ചാർത്തിയിട്ടുണ്ട്. ഭക്തിയില്ലെങ്കിൽ എനിക്ക് ഒന്നും വേണ്ടേ വേണ്ട, എന്നെ അത് സന്തോഷിപ്പിക്കുകയേ ഇല്ല എന്ന് ഭഗവാൻ ദാ ഉറപ്പിച്ചു പറയുന്നു. എന്നിട്ട് ഭഗവാൻ ഒന്നുകൂടി പറഞ്ഞു, പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്തിയാ പ്രയച്ഛതി തദഹം ഭക്ത്യുപഹൃതമശ്നാമി പ്രയതാത്മനാ. യാ ഭക്തിയാ, ആരാണോ ഭക്തിയോടുകൂടി പത്രം ഇല, പുഷ്പം പൂവ്, ഫലം കായ, തോയം ജലം, മേ പ്രയച്ഛതി എനിക്ക് നൽകുന്നു, ഭക്ത്യുപഹൃതം ഭക്തിയാൽ ഉപഹരിക്കപ്പെട്ട, പ്രയതാത്മനഃ ശാന്തമായ ആത്മാവോടുകൂടിയ മനസ്സോടുകൂടിയ അവന്റെ തത് അതിനെ, ആ നൽകുന്നതിനെ, അഹം അശ്നാമി ഞാൻ അതിനെ അനുഭവിക്കുന്നു, ഞാൻ അതിനെ സ്വീകരിക്കുന്നു. ഭഗവാൻ എന്തൊക്കെയാ പറഞ്ഞത്? പത്രം, പാഞ്ചാലി ദേവി അക്ഷയപാത്രത്തിൽ അവസാനം വന്ന ഒരു ചീരയില, അത് ഭഗവാനെ സന്തോഷിപ്പിച്ചു. കാരണം എന്താ? പാഞ്ചാലി പരിപൂർണ സമർപ്പണം ചെയ്തു ഭഗവാന്. അതേപോലെ തന്നെ പുഷ്പം, നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ എന്ന് പ്രാർത്ഥിച്ച് ആ ഹരിയെ വിളിച്ച ഒരു കരിയുടെ കഥ നമ്മള് അഷ്ടമസ്കന്ധത്തിൽ ഗജേന്ദ്രമോക്ഷം എന്നുള്ള രീതിയിൽ കേട്ടു. അവിടെ ആ താമരപ്പൂവ് ഭഗവാനായിട്ട് സമർപ്പിച്ചപ്പോൾ ഭഗവാൻ ഓടി വന്നു. ചക്രപാണി പാണി സ്പർശാൽ നക്രപാശം പൊട്ടി. അതേപോലെ ഫലം, വിതുരന്റെ ആ ഗൃഹത്തിൽ ചെന്നിട്ട് വിതുരൻ ഭഗവാനോടുള്ള സ്നേഹം കാരണം പഴം ഭഗവാൻ ഇങ്ങനെ തൊലി കളഞ്ഞു കൊടുക്കുക, അങ്ങനെയാണ് വേണ്ടത്. ഭക്തി കൊണ്ട് എന്തായി? ആ പഴം ദൂരേക്ക് വലിച്ചെറിഞ്ഞ് തൊലി ഭഗവാന് കൊടുത്തു എന്നൊക്കെ പറയാറുണ്ട്. ഭഗവാൻ അതിനെ സ്വീകരിച്ചു. കാരണം
ആ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ പഴത്തേക്കാൾ സ്വാദുണ്ട്, ഭക്തിയുടെ മാധുര്യം നിറഞ്ഞതാണ് ഈ പഴത്തൊലി എന്ന് ഭക്തന്മാര് പറയുന്നു. ശബരി കടിച്ചിട്ടാണ് ശ്രീരാമചന്ദ്രസ്വാമിക്ക് പഴം കൊടുക്കുന്നത്. കാരണം എന്താ? അവിടെ ഭക്തിയുണ്ട്. മധുരമുള്ളതേ ഭഗവാന് സമർപ്പിക്കാവൂ എന്നുള്ളത് കൊണ്ട് അവിടെ ശബരി കൊടുത്ത ഫലം. മഹാബലി സമർപ്പിച്ച അസുരചക്രവർത്തിയാണെങ്കിലും ആ സത്യത്തിൽ നിന്ന് ഒരു കടുകിട പോലും മാറാതെ അവിടെ വേണ്ടതുപോലെ ഭഗവാനെ സമർപ്പിച്ച, കാല് കഴുകിച്ച, ആ വെള്ളം കൊടുത്ത മഹാബലിയുടെ ഭക്തി ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ട് തുളസിയിലയോ അല്ലെങ്കിൽ ഒരു പുഷ്പമോ ഫലമോ ജലമോ എന്തുമാകട്ടെ, എനിക്ക് ഭക്തിയോടുകൂടി സമർപ്പിച്ചാൽ ആ പദാർത്ഥത്തെ ഞാൻ സ്വീകരിക്കും. ഇത് എൻ്റെ സ്വഭാവമാണ്, എൻ്റെ ധർമ്മമാണ്. അതുകൊണ്ട് അങ്ങ് കൊണ്ടുവന്ന സാധനം വളരെ ചെറുതാണ്, നിസ്സാരമാണ് എന്ന് അങ്ങ് കരുതണ്ട. അതെനിക്ക് തന്നോളൂ, അതെനിക്ക് ഏറ്റവും വലുതാണ്. കാരണം അങ്ങ് എൻ്റെ പ്രിയപ്പെട്ട ഭക്തനാണ്, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്. അതുകൊണ്ട് തരാൻ മടിക്കരുതേ എന്നാണ്. ഇത്യുക്തോപി ദ്വിജസ്തസ്മൈ വ്രീഡിത പതയേ ശ്രിയ പൃഥുക പ്രസൃതിം രാജൻ ന പ്രായച്ഛത വാങ്മുഖ ഇതി ഉക്തഃ അപി. ഇങ്ങനെ പറഞ്ഞു എങ്കിലും വ്രീഡിതഃ ദ്വിജഃ, നാണം കൊണ്ട് തല താഴ്ന്നു പോയ ബ്രാഹ്മണൻ, അവാങ്മുഖ തല താഴ്ത്തി, ശ്രിയപതയെ ശ്രീപതിയായ തസ്മൈ ആ ഭഗവാന്, പൃഥുക പ്രസൃതിം ന പ്രായച്ഛൽ ആ പൃഥുക മുഷ്ടിയെ ആ വിലിനെ കൊടുത്തില്ല. കാരണം എന്താ? അത് സജ്ജനങ്ങൾ വ്യാഖ്യാനിക്കണു, ഈ അവില് ചെറുത് നിസ്സാരമെന്ന് കരുതിയിട്ടല്ല. എന്തും ഭഗവാന് കൊടുക്കാം, പക്ഷേ ഭക്തിയോടുകൂടി കൊടുത്താലേ ഞാൻ സ്വീകരിക്കുകയുള്ളൂ എന്ന് ഭഗവാൻ അടിവരയിട്ട് പറഞ്ഞപ്പോ, യോമേ ഭക്തിയാ പ്രയച്ഛതി യോമേ ശക്തിയാ പ്രയച്ഛതി എന്നാണെങ്കിൽ തനിക്ക് ഇപ്പോ ഈ അവില് തരാനേ ശക്തിയുള്ളൂ. തന്റെ ഭൗതികമായ അവസ്ഥ അങ്ങനെയാണ്. പക്ഷേ ഏത് ഭൗതികമായ താഴ്ചയിലും ഭക്തിയുടെ ഔന്നത്യം ഉണ്ടാവാൻ വിഷമമില്ല. അത് ആ ഭക്തി തനിക്കുണ്ട് എന്ന് ഒരിക്കലും അഭിമാനിച്ചിരുന്നില്ല, അഹങ്കരിച്ചിരുന്നില്ല ശ്രീരാമാവ്. അതുകൊണ്ട് അദ്ദേഹം നപ്രായച്ഛത വാങ്മുഖ, നപ്രായച്ഛൽ കൊടുത്തില്ല, തലയും താഴ്ത്തി അവിടെ ഇരുന്നു എന്ന് പറയുന്നു. കാരണം ശ്രീപതിയായ ശ്രീകൃഷ്ണന് ഈ ഒരു പിടി അവിൽ അത് ഭഗവാൻ സ്വീകരിക്കുമായിരിക്കും, പക്ഷേ അത് ഭക്തിയോടുകൂടി അല്ലെങ്കിൽ ഭഗവാൻ സ്വീകരിക്കില്ല. എന്തു ചെയ്യും? സർവഭൂതാത്മദൃക്സാക്ഷാൽ തസ്യാഗമന കാരണം വിജ്ഞായ ചിന്തയന്നായം ശ്രീകാമോ മാ ഭജൽ പുരാ. സർവഭൂതാത്മദൃക്സാക്ഷാൽ ആ എല്ലാ സകല ചരാചരങ്ങളുടെയും അന്ധക്കരണത്തിൽ മനസ്സിൽ വിചാരിക്കുന്നതിനെ പോലും അറിയാൻ കഴിയുന്ന ഭഗവാൻ, തസ്യ ആഗമന കാരണം വിജ്ഞായ ആ ബ്രാഹ്മണൻ വന്നതിന്റെ കാരണം അറിഞ്ഞിട്ട് അചിന്തയൽ ഒന്നിങ്ങനെ ചിന്തിച്ചു. എന്തിനാത്? കപടമാനുഷ വേഷം, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പൊ ഭഗവാൻ അറിയാത്ത ഒന്നുമില്ല. എങ്കിലും ആലോചിക്കുന്നത് പോലെ ഇരുന്നു. എന്നിട്ട് അയം ശ്രീകാമഹ മാ പുരാ ന അഭജൽ, ഈ കൂട്ടുകാരൻ ഐശ്വര്യം ആഗ്രഹിച്ചിട്ട് എന്നെ പണ്ടൊരിക്കലും ഭജിച്ചിട്ടില്ല. എല്ലാവരുടെയും അന്ധക്കരണത്തിൽ മിന്നിത്തിളങ്ങുന്നതും അവരുടെ മുഴുവൻ വ്യാപാരങ്ങളെയും മനസ്സിലാക്കാൻ കഴിയുന്നവനുമായിരിക്കുന്ന ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ ശ്രീരാമാവിന്റെ വരവിനുണ്ടായ കാരണം വളരെ മനസ്സിലാക്കി, ഗംഭീരായിട്ട് അതിനെക്കുറിച്ച് അറിഞ്ഞ ഭഗവാൻ മുമ്പൊരിക്കലും എൻ്റെ അടുത്തേക്ക് ഐശ്വര്യത്തിനായിട്ട് വന്നിട്ടില്ല. ഇപ്പോ കാഴ്ചദ്രവ്യം തരാത്തതും യാതൊന്നും ചോദിക്കാത്തതും ആ ഒരു മനസ്സിന്റെ ഔന്നത്യം കൊണ്ടാണ്. പത്നിയാ പതിവ്രതായാസ്തു സഖാ പ്രിയചികീർഷയാ പ്രാപ്തോ മാമസ്യ ദാസ്യാമി സമ്പദോ അമർത്യ ദുർലഭ. പതിവ്രതായ പത്നിയാ പ്രിയചികീർഷയാ, പതിവ്രതയായ പത്നിയുടെ പ്രിയത്തെ ചെയ്യാനുള്ള താല്പര്യം കൊണ്ട്
സഖ എന്നിൽ പ്രിയമുള്ളവൻ മാം പ്രാപ്ത എൻ്റെ അടുത്തേക്ക് വന്നേക്കുന്നു. അസ്യ ഈ ശ്രീതാമാവിന് അമർത്യ ദുർലഭ ദേവന്മാർക്ക് കൂടി, അമർത്യന്മാരെന്ന് പറഞ്ഞാൽ മരണമില്ലാത്തവർ, അമരന്മാര്, മർത്യന്മാര് മരണമുള്ള ആളുകള്, അമർത്യ ദുർലഭ ദേവന്മാർക്ക് കൂടി ദുർലഭമായിരിക്കുന്ന സമ്പദ ദാസ്യാമി, സമ്പത്ത് ഞാൻ കൊടുക്കും എന്ന് ഭഗവാൻ തീർച്ചപ്പെടുത്തി. എന്നിട്ടോ അവിടെ ഇദ്ധം വിചിന്യവസനാചീരബദ്ധാദ്വിജന്മന സ്വയം ജഹാര കിമിതമിതി പൃഥുകതണ്ടുലാൻ. ഇദ്ധം വിചിന്യ, ഇങ്ങനെ വിചാരിച്ചിട്ട്, ദ്വിജന്മനഃ ബ്രാഹ്മണന്റെ ചീരബദ്ധാൽ, അവിടെ ആ മരവിരിയാൽ ബന്ധിക്കപ്പെട്ട വസനാൽ വസ്ത്രത്തിൽ നിന്ന്, പൃഥുകതണ്ടുലാൻ ആ അവിലരിയെ, കിമിതം ഇതി ഇതെന്താണ് എന്ന് പറഞ്ഞ്, സ്വയം ജഹാര അവനവൻ തന്നെ തട്ടിപ്പറിച്ചിങ്ങോട്ട് എടുത്തു എന്നാണ്. കീറിപ്പൊളിഞ്ഞത് കൊണ്ട് മരവിരി കൊണ്ട് വരിഞ്ഞു കെട്ടിയ വസ്ത്രഖണ്ഡത്തിൽ നിന്നും ആ അവില് ഭഗവാൻ തട്ടിപ്പറിച്ചിങ്ങോട്ട് എടുത്തു. ഭക്തന്റെ മുമ്പിൽ ഭഗവാൻ ഒരിക്കലും ഇങ്ങോട്ട് തരട്ടെ എന്ന് വിചാരിച്ചിരിക്കില്ല. അങ്ങോട്ട് കൊടുക്കാൻ വൈകിയാൽ തട്ടിപ്പറിച്ചെടുക്കുന്ന കാരുണ്യ സ്വരൂപനാണ് ഭഗവാൻ. ഗോപികമാരുടെ കയ്യിൽ നിന്ന് വെണ്ണയാണെങ്കിലും അതേപോലെ തന്നെ ഇവിടെ ആ ഭക്തിയുടെ, ദ്വേഷഭക്തിയുടെ സ്വരൂപമായ ഹിരണ്യകശിപുവിന്റെ മാറിലെ ചോരയാണെങ്കിലും, ഇപ്പൊ ഇതാ പ്രഹ്ലാദ ഭക്തിയാണെങ്കിലും, ശ്രീതാമാവിന്റെ ആത്മസമർപ്പണത്തിന്റെ അവിൽക്കിഴിയാണെങ്കിലും ഭഗവാൻ തട്ടിപ്പറിച്ചിങ്ങോട്ട് എടുക്കുക എന്നാണ്. കണ്ണന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി തന്റെ കൂട്ടുകാരന്റെ കയ്യിൽ നിന്ന് അതിങ്ങോട്ട് തട്ടിപ്പറിച്ചെടുത്ത്, എന്നിട്ടോ ധന്വേതതുപനീതം മേ പരമപ്രീണനം സഖേ, ഭഗവാൻ ആദ്യമായി എന്റെ കൂട്ടുകാരാ എന്ന് ഭഗവാൻ ദാ വിളിക്കുകയാണ്. സഖേ, എന്റെ പ്രിയപ്പെട്ടവനെ, പരമപ്രീണനം ഏതത്ത്, ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഇത് എനിക്ക് ഉപനീതം നനു കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. ഏതേ പൃഥുകതണ്ടുല, ഹേ പൂജ്യനായിരിക്കുന്ന അംഗ, ഈ അവിലരികൾ വിശ്വം മാം തർപ്പയന്തി, വിശ്വസ്വരൂപനായ എന്നെ തൃപ്തിപ്പെടുത്തുന്നതാണ്. എനിക്ക് എന്താണ് ഇതുവരെ തരാതിരുന്നത്? എനിക്ക് എത്ര ഇഷ്ടമാണ് ഈ അവിലെന്നറിയോ. എന്നെയും എന്റെ കുക്ഷിയിൽ നിരന്തരം താമസിക്കുന്ന അഖില ലോകത്തെയും പരിപൂർണമായി തൃപ്തിപ്പെടുത്താൻ ഈ 4 പിടി അവിലിന് സാധിക്കും. വേണ്ട, അതിലൊരു പിടി കൊണ്ട് തന്നെ സാധിക്കും. എന്റെ സങ്കല്പം അതാണ്. യോമേ ഭക്തിയാ പ്രേക്ഷതി, അങ്ങ് ഭക്തിയോടുകൂടിയല്ലേ എനിക്കിത് തന്നത്. ഇതി മുഷ്ടിം സകൃജ്ജഗ്ധ്വാ ദ്വിതീയാം ജഗ്ധുമാദദേ താവത് ശ്രീജഗൃഹേ ഹസ്തം തൽപരാ പരമേഷ്ഠിന ഇതി സകൃൽ മുഷ്ടിം ജഗ്ധ്വാ. ഇങ്ങനെ പറഞ്ഞ് ഒരു മുഷ്ടി, ഒരു പിടി ഭക്ഷിച്ചു. ദ്വിതീയാം ജഗ്ധും ആദദേ, രണ്ടാമതൊരു പിടി കൂടി വാരി വായിലിടാൻ തുടങ്ങിയപ്പോ, ഭക്ഷിക്കാൻ എടുത്തപ്പോഴേക്കും താവൽ തൽപര, അപ്പോ ആ ഭഗവാനിൽ ആസക്തനായ ശ്രീഭഗവതി രുക്മിണീ ദേവി പരമേഷ്ഠിന ഹസ്തം ജഗൃഹേ, ആ ഭഗവാന്റെ കൈ കയറി പിടിച്ചു. ഭഗവാന്റെ വിയോഗ ദുഃഖം അനുഭവിക്കാൻ സാധിക്കാത്ത ലക്ഷ്മീ ദേവി എന്ന് പറയാറുണ്ട്. എൻ്റെ ഒരു സങ്കല്പത്തിൽ എന്തുകൊണ്ടാണ് രുക്മിണി കയ്യിൽ പിടിച്ചത്? മാറത്തുണ്മയോടു ചേർത്തു ഗാഠം പുണർന്നു അല്ലേ. ആ ഭഗവാൻ തന്റെ കൂട്ടുകാരനെ മാറോട് ഇങ്ങനെ ചേർത്ത് പിടിച്ചപ്പോ രുക്മിണിക്ക് മനസ്സിലായി, ഞാനിരിക്കുന്ന സ്ഥലത്തേക്കാണ് കൂട്ടുകാരനെ ചേർത്ത് പിടിച്ചേക്കണത്. അപ്പൊ ഞാനിരിക്കുന്ന സ്ഥലം പോലെ ഒരു സ്ഥലം ഈ കൂട്ടുകാരന് കൊടുക്കണം. അല്ലെങ്കിൽ താനിരിക്കുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ താൻ ഇരുന്നിരുന്ന സ്ഥലത്ത് പിന്നെ തനിക്ക് അങ്ങോട്ട് എത്താൻ സാധിക്കില്ല. സുധാമാവിന് താനിരിക്കുന്ന ഈ മണിഹർമ്മ്യം പോലെ ഒന്ന് തയ്യാറാക്കി കൊടുക്കണം. അതൊരു കാര്യം. മറ്റൊന്ന്, ഒരു പിടി വാരി വായിലിടേണ്ടി വന്നില്ല. ഭഗവാൻ ഓടി വന്നങ്ങോട്ട് കെട്ടിപ്പിടിച്ചതോടുകൂടി ശ്രീതാമാവിന് സകല ഐശ്വര്യങ്ങളും വന്നു ചേർന്നു. ഇനി രണ്ടാമതൊരു പിടി കൂടി വാരി വായിലിട്ടാൽ
ശ്രീധാമ പുനരാവർത്തിരഹിതമായ പുനരഭിജനനം പുനരഭിമരണം എന്ന ആ പ്രവൃത്തി ഇല്ലാത്ത വൈകുണ്ഠ ലോകത്തിലേക്ക് ഭഗവാന്റെ സ്വധാമത്തിലേക്ക് എത്തിച്ചേരും. അപ്പൊ ഈ കൊടുത്ത ഭൗതികമായ സുഖങ്ങളോ ആ അമ്മ ശ്രീധാമാവിന്റെ പത്നി തന്നെ വീണ് നമസ്കരിച്ചപ്പോ ദീർഘസുമംഗലീ ഭവ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചതാണ്. അത് സത്യമാവണ്ടേ? ശ്രീധാമാവ് തിരിച്ചു ചെല്ലണം, അവരൊരുമിച്ച് ജീവിക്കണം, അവര് ഭഗവാനെ വിചാരിച്ചും കൊണ്ട് കഴിയണം. ദാരിദ്ര്യ ആഘാതമേറ്റിട്ട് അപകടഭൃതിയായി ആപതിക്കുമ്പോഴും സാര ഐശ്വര്യ പ്രതാപ കൊടുമുടിയിലിരിക്കുമ്പോഴും തുല്യമായി ഭഗവാനെ കാണുന്നവരാണ്. ഇതാണ് ഉത്തമ ഭക്തൻ എന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കണ്ടേ? അതുകൊണ്ടാണ് ഞങ്ങൾക്കും വേണം എന്നുള്ള മട്ടിൽ ആ ശ്രീഭഗവതി, ആ രുക്മിണീ ദേവി, ആ ഭൈഷ്മി ഭഗവാന്റെ കയ്യിൽ കടന്നു പിടിച്ചു. ഏതാവതാലം വിശ്വാത്മൻ സർവസമ്പൽ സമൃദ്ധയേ അസ്മിൻ ലോകേധവാമുഷ്മിൻ പുംസസ്ത്വത്തോഷ കാരണം. വിശ്വാത്മൻ, ഹേ സർവാന്തര്യാമിയായിരിക്കുന്നവൻ അവനെ ഭഗവാനെ, ത്വത്തോഷ കാരണം, അങ്ങയുടെ സന്തോഷത്തിന് കാരണമാകുന്ന തരത്തിൽ അങ്ങയുടെ ഭക്തന് അസ്മിൻ ലോകെ, ഈ ലോകത്തിലും, അഥവാ അമുഷ്മിൻ ലോകെ എന്ന് വേണ്ട പരലോകത്തിലും, സർവസമ്പൽ സമൃദ്ധയെ എല്ലാ സമ്പത്തുകളുടെയും സമൃദ്ധിക്ക്, ഏതവതാ അലം ഇത് മാത്രം മതി എന്നാണ്. അങ്ങയുടെ ഭക്തന് ഇത്രത്തോളം സമ്പത്തുണ്ടായാൽ അങ്ങ് സന്തോഷിക്കുവോ? ഇഹത്തിലും പരത്തിലും പരമസുഖം സിദ്ധിക്കണമെങ്കിൽ എത്രത്തോളം സമ്പത്തുണ്ടാവണോ അത്രയും സമ്പത്തിന്റെ സമൃദ്ധിക്ക് അങ്ങ് കഴിച്ച ഒരു പിടി അവൽ തന്നെ ധാരാളം. ഇതുകൂടി കഴിച്ചാൽ ഞാൻ അങ്ങയുടെ ആ പ്രിയ പത്നി അവിടെ ചെന്ന് അനുഗ്രഹിച്ചതൊക്കെ ഇല്ലാതെയാവില്ലേ? അതുകൊണ്ട് അതിന് ഇടവരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ബ്രാഹ്മണസ്താം തുരജനീ മുഷിത്വാച്യുതമന്ദിരേ ഭുക്ത്വാ പീത്വാ സുഖം മേനേ ആത്മാനം സ്വർഗതം യഥാ. ബ്രാഹ്മണഃ തു ബ്രാഹ്മണനോ, താം രജനി ആ രാത്രി, അച്യുത മന്ദിരേ അച്യുതന്റെ മന്ദിരത്തിൽ, ച്യുതിയില്ലാത്ത മന്ദിരത്തിൽ, അല്ലെ രണ്ടു നിലയ്ക്കും. അച്യുതൻ ശ്രീകൃഷ്ണന്റെ മന്ദിരാണ്, അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള നാശവും സംഭവിക്കാത്ത ആ മന്ദിരത്തിൽ സുഖം ഉഷിത്വ സുഖമായിട്ട് കഴിഞ്ഞ്, ഭുക്ത്വ പീത്വ കഴിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്ത്, ആത്മാനം സ്വർഗതം യഥാ മേനെ തന്നെ സ്വർഗത്തെ പ്രാപിച്ചവൻ എന്ന രീതിയിൽ വിചാരിച്ചു. താൻ സ്വർഗലോകത്തിലേക്ക് എത്തിയെന്നാണ്. ശ്രീകൃഷ്ണന്റെ ഗൃഹത്തിൽ അന്നപാനാദികളൊക്കെ സ്വീകരിച്ച് അന്ന് രാത്രി അവിടെ കഴിഞ്ഞു. കേവലാനന്ദം, മറ്റു വിചാരങ്ങളും വികാരങ്ങളും ഒന്നും ഉണ്ടായില്ല ശ്രീധാമാവിന് എന്നാണ്. ആ ശ്രീധാമാവിൻ്റെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും പാദാരവിന്ദങ്ങളിൽ വീണ് നമസ്കരിച്ച് ഇന്ന് നമുക്ക് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കാം. നാളെ ഇതിനെ തുടർന്നുള്ള ശ്രീധാമാവിൻ്റെ ചിന്തകളിലൂടെയൊക്കെ നമുക്ക് കടന്നുപോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ, ഹരിയോം. ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം,
ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു ദാസ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ
ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.